Good morning, all. Next topic is theories of emotions. Theories of emotion. Mainly, there are four theories: James Lange theory, Cannon-Bud theory, cognitive arousal theory of Lazarus, cognitive arousal theory, cognitive mediational theory, and facial feedback hypothesis by Charles Darwin. These are the major theories of emotions. The first theory is James Lange theory. James Lange theory. William James and Carl Jung proposed this theory. William James was a Harvard University professor. He was the first person to find out the factors behind the emotions, and he tried to explain the emotional phenomena of emotional phenomena among individuals. But later, after a few years later, in 1885, Danish physiologist Carl Jung also do the same. Both of them concluded that, not both of them, William James concluded that emotional experiences are due to the recognition of physical changes. Physical changes leads to the emotional experience, emotional feeling. That was the findings of William James. Carl Jung also Carl Jung also published his theory in this manner, in the same way. അപ്പോൾ അന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എത്ര കാലം കഴിഞ്ഞാൽ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. രണ്ട് രാജ്യങ്ങളിലിരുന്ന് രണ്ട് പേര് തിയറി പബ്ലിഷ് ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് രണ്ടും ഒരേ ആശയങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നത്. കാൾ യാങ്ങിൻ്റെ കൺക്ലൂഷനും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾക്ക് സിമിലറായി അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വില്യം ജെയിംസ് കണ്ടുപിടിച്ചിരുന്നു. ദെൻ കോൺസിക്വൻ്റ്ലി ദിസ് തിയറി ഈസ് നോൺ ആസ് ദ ജെയിംസ് ലാങ് തിയറി. കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ പിന്നീട് ഇത് രണ്ടുപേരും ഒരേ കാര്യമാണ് പറയുന്നത്, തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അത്രയും മാത്രം സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് രണ്ടുപേരുടെയും കൂടി പേരിലായിട്ട് ഈ തിയറി പേരിലായിട്ടാണ് ഈ തിയറി അറിയപ്പെടുന്നത്. സോ ദിസ് തിയറി ഈസ് നോൺ ആസ് ജെയിംസ് ലാങ് തിയറി. അക്കോർഡിംഗ് ടു ദിസ് തിയറി, an emotion provoking event producing certain physical changes. The identification of these physical changes leads to the emotional experience. ഈ ഫിസിക്കൽ ചേഞ്ചസ് നമ്മളിൽ ഉണ്ടാകുന്നു. ഒരു ഇമോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ ഇമോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ഉണ്ടായാൽ ഉടനെ തന്നെ അത് നമ്മളിൽ ചില ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കും. ഈ ഫിസിക്കൽ ചേഞ്ചസ് എന്തായി മാറും? ദീസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ഇമോഷണൽ എക്സ്പീരിയൻസ്. ഇമോഷണൽ എക്സ്പീരിയൻസിലേക്ക് നമ്മളെ നയിക്കുന്നത്, ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യിക്കുന്നത് റെക്കഗ്നീഷൻ ഓഫ് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഫിസിക്കൽ ചേഞ്ചസ് നമ്മളിൽ വരുത്തുന്ന ഈ ഒരു വ്യത്യാസം, ഫിസിക്കൽ ചേഞ്ചസ് ആണ് നമുക്ക് ഇമോഷന് കാരണമായി വരുന്നത്, ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം. ഹാർട്ട് ബീറ്റ് കൂടി, BP കൂടി, ബ്ലഡ് സർക്കുലേഷൻ കൂടി, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നതിന് തുല്യം. അപ്പോൾ ഈ ഹാർട്ട് ബീറ്റ് കൂടിയതുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ ചേഞ്ചസ് നമ്മളിൽ ഉണ്ടായതുകൊണ്ട് അത് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇമോഷൻ ഉണ്ടാകുന്നത്. അതാണ് ഇമോഷണൽ ഫീലിങ്ങിലേക്ക് നയിക്കുന്നതെന്നായിരുന്നു തിയറിയുടെ വ്യൂ അതായിരുന്നു. ജെയിംസ് ലാങ് തിയറി ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് ചിന്തിക്കുമ്പോഴും പലപ്പോഴും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരാം. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അഫ്രൈഡ് ബിക്കോസ് ഓഫ് ട്രെംബിളിങ്. എനിക്ക് ശരീരം വിറയ്ക്കുന്നു, ദെൻ പേടി തോന്നി, അല്ലേ, പരിഭ്രമം ഉണ്ടായി. ദെൻ കരഞ്ഞതുകൊണ്ട്
എനിക്ക് കരച്ചിൽ വന്നതുകൊണ്ട് എനിക്കത് സോറി, അല്ലെ ഐ ഫീൽ സോറി, അല്ലെ അങ്ങനെ എനിക്ക് ആ തെറ്റുപറ്റി, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഫീല് ഇല്ലേ, ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകളായിരുന്നു ജെയിംസ് ലാങ് തിയറിയിലെ. ദെൻ കാനൻ ബാർഡ് തിയറി, കാനൻ ബാർഡ് തിയറി completely opposing the views of James Lang theory. According to them, Walter Cannon and L.L. Bard, in the same way of James Lang theory, the Cannon-Bard theory also emerged in the same as James Lang theory. Cannon-Bard theory also emerged as in the same way ആസ് ജെയിംസ് ലാങ് തിയറി. ജെയിംസ് ലാങ് തിയറി ഡെവലപ്പ് ചെയ്തതുപോലെ തന്നെയാണ്. കാനൻ ബാർഡ് ആദ്യമേ ഇങ്ങനെ ഒരു ആശയമുണ്ടെന്ന് കണ്ടെത്തി, ഇങ്ങനൊരു തിയറി കണ്ടെത്തുന്നു, അത് പബ്ലിഷ് ചെയ്തു വരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം പുറകെ എൽ എൽ ബാർഡും ഇതുപോലെ തന്നെ ഒരു ആശയം കൊണ്ടുവരുന്നു. അദ്ദേഹവും അതിനെ കുറച്ചുകൂടി ഒന്ന്, എൽ എൽ ബാർഡും ഇതുപോലെ ഒരു ഫൈൻഡിങ്സ് കൊണ്ടുവരുന്നു. അതിനെ കുറച്ചുകൂടി റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടുള്ള ഫൈൻഡിങ്സ് കൊണ്ടുവരുന്നു, കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഫൈൻഡിങ്സ്. അപ്പം വാൾട്ടർ ക്യാനൻ്റെ ഫൈൻഡിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, റീഇൻഫോഴ്സ് ചെയ്യുന്ന ഫൈൻഡിങ്സുമായിട്ട് എൽ എൽ ബാർഡ് പിന്നീട് വരുന്നു. പിന്നീട് ഈ തിയറി ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ കാനൻ ബാർഡ് തിയറി സജസ്റ്റ് ദാറ്റ് ഇമോഷൻ ആൻഡ് ഫിസിക്കൽ എറൗസൽ ഹാപ്പൻ ടുഗദർലി. രണ്ടും ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. ഫിസിക്കൽ എറൗസലും ഇമോഷണൽ എക്സ്പീരിയൻസ്, ഇമോഷൻ ഫീലിങ്ങും രണ്ടും ഒരുമിച്ചാണ് സംഭവിക്കുന്നത്, അല്ലാതെ രണ്ടും രണ്ടായിട്ടല്ല. ജെയിംസ് ലാങ് തിയറിയാണ് പറയുന്നത്. ജെയിംസ് ലാങ് തിയറിയാണ് അങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നത്. രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്നു, രണ്ടും രണ്ടായിട്ടല്ല സംഭവിക്കുന്ന, പകരം രണ്ടും ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. അതാണ് കാനൻ ബാർഡ് തിയറിയിൽ പറയുന്നത്. അപ്പം ഒന്നിന് പിറകെ ഒന്നായി സംഭവിക്കുന്നതല്ല, പകരം ഒരേ സമയത്ത് ഒരേ രീതിയിൽ തന്നെ ഫിസിക്കൽ അറൗസൽ ഉണ്ടാകുന്നു, അതേ സമയത്ത് തന്നെ നമുക്ക് ഇമോഷണൽ എക്സ്പീരിയൻസും ഉണ്ടാകുന്നു. ദിസ് തിയറി ഓൾസോ നോൺ ആസ് കോഗ്നിറ്റീവ് തിയറി. ദിസ് തിയറി ഓൾസോ നോൺ ആസ് തലാമിക് തിയറി. ബിക്കോസ് ഒരു ഒരു സെൻസറി ഇമ്പൾസസ്, ഇമോഷൻ പ്രൊവോക്കിംഗ് ഇമ്പൾസസ്, സെൻസറി ഇമ്പൾസസ് നമ്മുടെ എവിടെ വന്നുമ്പോഴാണ് നമ്മുടെ ഇവിടെ തലാമിക് ഹൈപ്പോതലാമിക് റീജിയനിൽ വരുന്നു. ഹൈപ്പോതലാമിക് റീജിയനിൽ വരുന്നു. അവിടെ നിന്ന് ഈ റീജിയനിൽ നിന്നും രണ്ടായിട്ട് ഇൻറ്റേർണൽ ഓർഗൻസിലേക്കും അതുപോലെ സെറിബ്രൽ കോർട്ടെക്സിലേക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് വിടുന്നു. സൈമുൾട്ടേനിയസ്ലി ദേ ഡിവൈഡ് ദ ഇൻഫർമേഷൻ, ദ ഇമ്പൾസസ് ഇൻ ടു two areas of the body, to the internal organs and to the cerebral cortex. Then സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് അതുകൊണ്ടാണ് ഇതിനെ തലാമിക് തിയറി എന്ന് പറയുന്നത്. തലാമസ് ഇവിടെ വെച്ച് ഇതിനെ രണ്ട് സ്ഥലത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. സോ ദിസ് തിയറി ഈസ് നോൺ ആസ് തലാമിക് തിയറി. രണ്ട് സ്ഥലങ്ങളിലേക്കായിട്ട്, രണ്ട് ഏരിയയിലേക്കായിട്ട് തിരിച്ചു വിടുന്ന ഈ ഇമ്പൾസസ്, ദാറ്റ് ബോത്ത് ഓഫ് ദീസ് impulses divided into two areas, sent to the two areas, divided and sent to the two areas of brain, and it is responsible for the simultaneous experience of physical arousal and emotional feeling. ഇമോഷൻ ഫീൽ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പീരിയൻസിൻ്റെയും ഫിസിക്കൽ അറൗസലിൻ്റെയും കാരണമെന്ന് പറയുന്നത് ഇതാണ്. രണ്ടും ഒരേ സമയത്ത് തന്നെ നടക്കുന്നു. തലാമിക് റീജിയനാണ് അതിനെ ഡിവൈഡ് ചെയ്ത് രണ്ട് ഏരിയയിലേക്കായിട്ട് വിടുന്നത്. തലാമിക് hypothalamic region, and they are carried simultaneously to the internal organs and the cortex. It experiences emotion and at the same time physical changes occurred in the body. ഈ തലാമിക് തിയറി എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിലേക്കും ഫിസിക്കൽ അറൗസൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരേ സമയത്ത് തന്നെ ഇമോഷണൽ എക്സ്പീരിയൻസും ഫിസിക്കൽ അറൗസലും ഉണ്ടാകുന്നു. കാരണം തലാമിക് ഹൈപ്പോതലാമിക് റീജിയനിൽ നിന്നും ഇൻഫർമേഷൻ കോർട്ടെക്സിലേക്കും ഇൻറ്റേർണൽ ഓർഗൻസിലേക്കുമായിട്ട് പോകുന്നു. ഇനി കോർട്ടെക്സിലേക്ക് എത്തിക്കുന്നു. കോർട്ടെക്സിൽ നിന്നും നമ്മളുടെ ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഏറ്റവും മേജർ റോൾ വഹിക്കുന്നത് തലാമിക് റീജിയനാണ്. സോ ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് തലാമിക് തിയറി ഓഫ് ഇമോഷൻ. യെസ്.
next theory is cognitive arousal theory. Next theory is cognitive arousal theory. Cognitive arousal theory, it was proposed by Shatter and Singer. It is the cognitive approach of emotion. According to Shatter and Singer, two things happen before occurring an emotion. Or emotion before occurring an emotional experience. They are physical arousal and labeling of the arousal. Physical arousal and the labeling of arousal based on cues from the environment. Physical arousal and arousal based on the environment. That means an appraisal, environmental appraisal is one of the leading factor behind labeling an emotion. ഒരു ഇമോഷൻ ഏതാണ് എന്നുള്ളത് ഇമോഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ വലിയൊരു റോള് വഹിക്കുന്നതാണ് എന്ത്, ഇമോഷണൽ എക്സ്പീരിയൻസ് എന്നുള്ളതിൽ വലിയൊരു റോള് വഹിക്കുന്ന ഒന്നാണ് അപ്രൈസൽ ഓഫ് എൻവയോൺമെൻറ്റൽ അപ്രൈസൽ. നമ്മൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നു, നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ, പേടി തോന്നേണ്ട ആവശ്യമുണ്ടോ, അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത് ദ സറൗണ്ടിങ്സ് ആണ്. അപ്രൈസൽ ഓഫ് സറൗണ്ടിങ് ബിഫോർ ലേബലിംഗ് ആൻ ഇമോഷൻ വി ഹാവ് ടു അപ്രൈസ് ദ എൻവയോൺമെൻറ്റൽ ക്യൂസ്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ടു. അല്ലേ, എന്തോ ആയിക്കോട്ടെ, ഒരു ഇമോഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും സാഹചര്യം കണക്കിലെടുക്കും. ഈ സാഹചര്യത്തിൽ അവൻ്റെ ആവശ്യമുണ്ടോ, ഈ സാഹചര്യത്തിൽ അതിൻ്റെ പേടി തോന്നേണ്ട ആവശ്യമുണ്ടോ, ഇതിനകത്ത് നമ്മൾ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ഈ സാഹചര്യം മോശമാണ്, എൻവയോൺമെൻറ്റ് ഈസ് ടു ബാഡ്, അല്ലേ, സറൗണ്ടിങ് ഫാക്ടേഴ്സ് ആർ നോട്ട് ഫേവറബിൾ. അതുകൊണ്ട് ബിവെയർ, ഇല്ലേ, നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഇമോഷനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതിന് മുമ്പ്, ഇമോഷൻ ലേബൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ നമ്മൾ അപ്രൈസൽ നടത്തും. ഓർ സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയും. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ നമ്മൾ അപ്രൈസൽ നടത്തിയതിന് ശേഷമാണ് വി ആർ ഗോയിങ് ടു ലേബലിംഗ് ദ ഇമോഷൻ ഏതാ വേണം, എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പ്ലീസ് സീ ദ ഡയഗ്രാം. That is an emotion provoking incident, the snarling dog, that create two types of activities, that is cognitive appraisal and ANS arousal that is responsible for our physical arousal. Then both of these factors leads to emotional experience. അപ്പോൾ ഈ രണ്ടുമാണ്. ബിഫോർ ലേബലിംഗ് ആൻ ഇമോഷൻസ് വി ഹാവ് ടു appraise the situational factors, appraise the environment. Appraisal of environmental factors are essential in cognitive arousal theory. Cognitive arousal theoryയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എസെൻഷ്യലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് അറൗസൽ തിയറി പറയുന്നതനുസരിച്ച് ഷാറ്റർ ആൻഡ് സിംഗറിൻ്റെ ഇത് നമ്മൾ ഇമോഷണൽ ദിസ് തിയറി ഈസ് കം അണ്ടർ ദ കോഗ്നിറ്റീവ് അപ്രോച്ചസ് ഓഫ് ഇമോഷൻ, അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ദെൻ അതിനുള്ളിൽ ഈ കോഗ്നിറ്റീവ് അറൗസൽ ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. ദ അപ്രൈസൽ ഓഫ് എൻവയോൺമെൻറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വ്യൂ. അപ്രൈസൽ ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നിൽക്കുന്നത്, ലേബലിംഗ് ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് പേടി തോന്നേണ്ട കാര്യമുണ്ടോ, ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, ഇത്രയും ടൗണിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ, അതും കൂടാതെ പേരൻസിനൊപ്പം എന്തിന് പേടിക്കണം. ഇപ്പം ഒരു ഇമോഷണൽ ആണ്ട് അല്ലെങ്കിൽ പേടി ഉണ്ടാക്കുന്ന ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, അപ്രൈസൽ നടത്തിയതിന് ശേഷമാണ് ഇമോഷൻ വേണോ ലേബൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ,
ലൈക്ക്വൈസ് അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഡയഗ്രം വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിയറി ആസ് വെരി വെൽ. ഓക്കെ, ദെൻ the cognitive arousal theory, the modification of cognitive arousal theory or the modern version of cognitive arousal theory, that is the cognitive mediational theory of Lazarus. Cognitive mediational theory of Lazarus. Yes. Lazarus proposed modern version of cognitive theory. This theory suggests that the aspect of emotional experience is how the person interpret or appraise the stimulus that causes the emotional reactions. No doubt. ഒരു ഇമോഷൻ ജനറേറ്റ് ചെയ്യുന്ന ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റിമുലസ് നമുക്ക് വന്നു. ആ സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ, ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ, ആ സ്റ്റിമുലസിനെ ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റിമുലസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റിമുലസിനെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്റ്റിമുലസിനെ നമ്മൾ അപ്രൈസ് ചെയ്യും. ബ്രെയിൻ വിൽ ഇൻ്റർപ്രറ്റ് ദാറ്റ് സ്റ്റിമുലസ് ആൻഡ് ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് ആക്ച്വലി എ ത്രെറ്റ്. അല്ലേ, നമുക്ക് ശരിക്കും ത്രെട്ടുണ്ടോ, നമുക്ക് അതിനെ പേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ, നമുക്കതിൻ്റെ അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തും, അങ്ങനെ ഒരു അപ്രൈസൽ നടത്തും. അങ്ങനെ ഒരു അപ്രൈസൽ നടത്തിയതിന് ശേഷം മാത്രമേ എന്ത് നടത്തുള്ളൂ? അപ്രൈസൽ നടത്തുമെന്നാണ് പറയുന്നത്. ദെൻ ബിഫോർ വി എക്സ്പീരിയൻസ് an emotion or labeling of emotion, what will happen? An appraisal will be there. Brain will interpret the entire things. Brain will interpret the information, sensory impulses, not the surrounding factors. Not only the surrounding factors, it interprets the entire stimulus coming from the environment, that coming from the particular threatful event, etc. ഇതെല്ലാം കൂടി ഒന്ന് നോക്കും. ആ ത്രെഡ്ഫുൾ ഇവൻറ്റിൽ നിന്ന് വരുന്നതും അതെല്ലാം കൂടി ഒരു അപ്രൈസൽ നടത്തിയിട്ട് പേഴ്സണൽ അപ്രൈസൽ നടത്തിയതിന് ശേഷം മാത്രമാണ് ഏത് തരം ഇമോഷനാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിച്ചിരിക്കുകയുള്ളൂ. ദെൻ afterwards the emotional experience or the emotional experience followed by certain bodily responses. അതാണ് ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്രൈസൽ ആൻഡ് ഫിയർ. സെക്കൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഫിസിക്കൽ റെസ്പോൺസസ്, ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ആണ് നമ്മളുടെ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലെസാറസിൻ്റെ തിയറിയിൽ ആണ് ഈ നമ്മളുടെ കൊഗ്നിറ്റീവ് തിയറിയെ കുറേ കൂടി മോഡിഫൈ ചെയ്ത് ഒരു തിയററ്റിക്കൽ ഫോർമേഷനിൽ കുറച്ചുകൂടി ഒരു നോവൽ അപ്രോച്ച് നൽകുന്നത് ലെസാറസ് ആണ്, അദ്ദേഹത്തിൻ്റെ കൊഗ്നിറ്റീവ് തിയറിയാണ്. യെസ്, ലെസാറസിൻ്റെ തിയറിയെ ഷാറ്റർ ആൻഡ് സിംഗറിൻ്റെ തിയറിയുമായിട്ട് വ്യത്യസ്തമാക്കി നിർത്തുന്നുണ്ട്. അതിൽ ഷാറ്റർ ആൻഡ് സിംഗർ തിയറിയിൽ, കൊഗ്നിറ്റീവ് അറൗസൽ തിയറിയിൽ പറയുന്നത് അപ്രൈസൽ ഓഫ് എൻവയോൺമെൻ്റ് ആണ്, അപ്രൈസൽ ഓഫ് സിറ്റുവേഷണൽ ക്യൂസ് ആണ്. സാഹചര്യങ്ങളെങ്ങനെ സിറ്റുവേഷണൽ ക്യൂസ് കൂടി നോക്കിയിട്ടാണ് അവരവിടെ നടത്തുന്നത്. സാഹചര്യങ്ങളുടെ ഒരു കാര്യവും കൂടിയുണ്ട്. ആ സാഹചര്യങ്ങളും കൂടി അനലൈസ് ചെയ്തതിന് ശേഷമാണ് എന്ത് നടത്തുന്നത്, അവിടെ ഒരു ലേബലിംഗ് നടത്തുന്നത്. ദെൻ മീൻവൈൽ ഇൻ കോഗ്നിറ്റീവ് മീഡിയേഷൻ തിയറി appraisal of threat mediate the physical responses. appraisal of threat and emotions, ഇത് രണ്ടും ഒരേപോലെ നടക്കും. stimulus causes an immediate appraisal. അവിടെ ഒരു ഇമ്മീഡിയറ്റ് അപ്രൈസൽ നടക്കും. അതിന് ശേഷമായിരിക്കും എന്തിലേക്ക് നയിക്കുന്നത്, ഒരു ഇമ്മീഡിയറ്റ് അപ്രൈസൽ നടക്കും. ഇത് രണ്ടും കൂടി വന്നാണ് എന്ത് സംഭവിക്കുന്നത്? ആക്ച്വലി ഈ രണ്ടും കൂടി വന്നാണ് ഫിസിക്കൽ റെസ്പോൺസസ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഫിസിക്കൽ സൈക്കോളജിക്കൽ ഇമോഷണൽ ലേബലിങ്ങും അതോടൊപ്പം തന്നെ അപ്രൈസലും ഒരേ സമയത്ത് തന്നെ നടക്കും.
സ്റ്റിമുലസിൽ അപ്രൈസൽ നടക്കും. ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യും ആ ഒരു സ്റ്റിമുലസ് നമുക്ക് എത്രത്തോളം, ആ സ്റ്റിമുലസ് നമ്മെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും, അത് എത്രമാത്രം നമുക്കൊരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യും, അത് എത്രമാത്രം നമ്മളിലൊരു എന്താണ് ഒരു ത്രെട്ട് നമുക്കുണ്ടാക്കും, എത്രത്തോളം ത്രെട്ട് നമ്മളിൽ ഉണ്ടാക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യും. അതിനുശേഷമാണ് ആ ഇൻ്റർപ്രിട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ് ഏത് തരം ഇമോഷൻ നമ്മൾ പുറത്തെടുക്കണം, എങ്ങനെയാണ് നമ്മൾ ലേബിൾ ചെയ്യേണ്ടത്, അതിനെ ലേബിൾ ചെയ്യേണ്ടത്. അത് ആ ബ്രെയിൻ ഇൻ്റർപ്രിട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ്, നോട്ട് ആസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് അവർ എൻവയോൺമെൻറ്റൽ ക്യൂസ്. അതുപോലെയല്ല, ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് സ്റ്റിമുലസിനെ, ത്രെഡ്ഫുൾ സ്റ്റിമുലസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ബ്രെയിൻ ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഓവറോൾ ഇൻ്റർപ്രിട്ടേഷന് ശേഷമാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഏതൊരു സ്റ്റിമുലസ് വന്നാലും ആ സ്റ്റിമുലസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ആദ്യം, ദെൻ ഇമോഷണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു. Afterwards the emotional experience we had developed certain physical changes അതിന് ശേഷം വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, the next one is the facial feedback hypothesis. The facial expressions provide feedback to the brain concerning the emotion being expressed. Brain interpret it and it cause emotional experience and intensifies the emotions. There is a mutual relationship between the emotional experience and facial expression. That means facial feedback hypothesis, facial expressions give a feedback to the brain. നമ്മളുടെ ഒരു ഇമോഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മുടെ ബ്രെയിനിന് തന്നെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. ഇമോഷൻസ് എത്രത്തോളം വലുതായിരുന്നു എന്നും, അല്ലെങ്കിൽ ഏത് തരം ഇമോഷനാണ് നമുക്കുണ്ടാകുന്നത് എന്നും, അതിൻ്റെ ഡെപ്തും അനാലിസിസും എല്ലാം നമുക്ക് നടത്താനായിട്ട് ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്യും എന്ത്, ഫേഷ്യൽ ഫീഡ്ബാക്ക്. ദെൻ നോട്ട് ഓൺലി ഇൻ അവർ സെൽഫ്, it helps to analyze, interpret the emotion of other people too. മറ്റുള്ളവരുടെ ഇമോഷനെ നമുക്ക് അനലൈസ് ചെയ്യാനും കൂടി ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും മറ്റുള്ളവരുടെ ഇമോഷനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് മറ്റുള്ളവരുടെ ഇമോഷനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും.